ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറിയിലെ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് സിമെട്രി ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയും ഗ്രൂപ്പ് തിയറിയും അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ സിമെട്രി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അത് നമ്മളുടെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന പോയിന്റ് ഗ്രൂപ്പ് C2V പോയിന്റ് ഗ്രൂപ്പാണ്. നമുക്കറിയാം C2V പോയിന്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ വാട്ടർ മോളിക്യൂളാണ്. വാട്ടർ മോളിക്യൂൾ അല്ല നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് റീസൺ നമുക്ക് വഴിയെ പറയാം. C2V പോയിന്റ് ഗ്രൂപ്പിലെ ഇലക്ട്രോൺ ട്രാൻസിഷൻ സിമെട്രി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ഇസ് അതർവൈസ് നോൺ ആസ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. കാരണം ഇലക്ട്രോൺ ട്രാൻസിഷന് വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയേഷൻ UV വിസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പിക്ക് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള പേരും വരാൻ കാരണം. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. മോളിക്യൂൾ ഇസ് റിലേറ്റ് വിത്ത് UV visible radiation. Electronic transition in the valence shell of the molecule will occur. ഒരു മോളിക്യൂള് UV visible റേഡിയേഷനുമായിട്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ വാലൻസ് ഷെല്ലിൽ, ആ മോളിക്യൂളിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആയിരിക്കും ട്രാൻസിഷൻ സംഭവിക്കുക. ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസിന് ചേഞ്ച് ഒന്നും അവിടെ സംഭവിക്കില്ല. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമേ ട്രാൻസിഷൻ വേണ്ടി പോകത്തുള്ളൂ. യെസ്, ഇവിടെ എടുത്തിരിക്കുന്ന മോളിക്യൂൾ ഫോമാൽഡിഹൈഡ് ആണ്. ഫോമാൽഡിഹൈഡിന്റെ പോയിന്റ് ഗ്രൂപ്പ് C2V പോയിന്റ് ഗ്രൂപ്പാണ്. വാട്ടർ C2V പോയിന്റ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ 1,3-ബ്യൂട്ടാഡൈൻ അതിൻ്റെ സിസ് ഐസോമറും C2V പോയിന്റ് ഗ്രൂപ്പ് തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഫോമാൽഡിഹൈഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്ലാസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. ഫോമാൽഡിഹൈഡ് ഒരു 16 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓക്സിജനിലെയും കാർബണിലെയും 1s ഓർബിറ്റൽസ്. അത് ഹൈബ്രിഡൈസേഷന് വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ ഓക്സിജനിലെ 2s ഓർബിറ്റൽ, അതും ഹൈബ്രിഡൈസേഷന് വേണ്ടി പോകുന്നില്ല. അടുത്തത് കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്. കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്, 2 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ട്. അടുത്തത് കാർബൺ ഓക്സിജൻ സിഗ്മ ബോണ്ട്, അതുപോലെ തന്നെ കാർബൺ ഓക്സിജൻ പൈ ബോണ്ട്. ആൻഡ് ലാസ്റ്റത്തത് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇൻ ഓക്സിജൻ. ഇതിൻ്റെ എനർജി ഓർഡറും ഇത് തന്നെയാണ്. 1s ഗ്രേറ്റർ ദാൻ 1s ഓക്സിജൻ ഗ്രേറ്റർ ദാൻ ഓക്സിജനിലെ 1s ഓർബിറ്റൽ ഗ്രേറ്റർ ദാൻ കാർബണിലെ 1s ഓർബിറ്റൽ ഗ്രേറ്റർ ദാൻ 2s ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ ഗ്രേറ്റർ ദാൻ സിഗ്മ CH, സിഗ്മ CH, സിഗ്മ CO, പൈ CO ആൻഡ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഓഫ് ഓക്സിജൻ. സ്ട്രക്ചർ ഓഫ് ഇതിൻ്റെ ഫോമാൽഡിഹൈഡിൻ്റെ സ്ട്രക്ചർ നമുക്ക് താഴെ നോക്കാം. സ്ട്രക്ചർ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ്. 2 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ടാകും. ഒരു കാർബൺ ഓക്സിജൻ സിഗ്മ ബോണ്ട്, അതുപോലെ തന്നെ ഒരു കാർബൺ ഓക്സിജൻ പൈ ബോണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും. യെസ്, കാർബൺ ഓക്സിജൻ സിഗ്മ ബോണ്ട്, കാർബൺ ഓക്സിജൻ പൈ ബോണ്ട്, ഹൈഡ്രജൻ 1 സിഗ്മ ബോണ്ട്, കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്, കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് സെക്കൻഡ്. ഇനി ഇവിടുത്തെ C2 ആക്സിസ് എന്ന് പറയുന്നത് കാർബണിലെയും ഓക്സിജനിലൂടെയും കടന്നു പോകുന്ന ഈ ആക്സിസ് ആണ് C2 ആക്സിസ്. ഓക്കെ, ഇനി C2 റൊട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പൊസിഷൻ ചേഞ്ച് സംഭവിക്കുന്നില്ല C2 റൊട്ടേഷൻ ചെയ്യുമ്പം. അത് ഓർക്കുക, പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഹൈഡ്രജൻ്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഹൈഡ്രജൻ 1ൻ്റെ പൊസിഷനിലേക്ക് ഹൈഡ്രജൻ 2 എത്തുന്നു. ഹൈഡ്രജൻ 2ൻ്റെ പൊസിഷനിലേക്ക് ഹൈഡ്രജൻ 1 എത്തുന്നുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഫോമാൽഡിഹൈഡ് ഒരു പ്ലാനാർ മോളിക്യൂളാണ്. പ്ലാനാർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ ഇലക്ട്രോൺ ട്രാൻസിഷൻ പറയുമ്പം കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ കുറിച്ച് വെച്ചല്ല നമ്മൾ പറയുന്നത്. കാർബൺ ഹൈഡ്രജൻ ബോണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അത് വെച്ചല്ല നമ്മൾ ട്രാൻസിഷൻ പറയുന്നത്. പകരം കാർബണൽ ഗ്രൂപ്പ് വെച്ചാണ് പറയുന്നത്. കാർബൺ ഓക്സിജൻ ഗ്രൂപ്പ് ബോണ്ട് വെച്ചാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബോണ്ടിനകത്ത് ഓക്സിജനിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ കാർബൺ ഓക്സിജൻ സിഗ്മ ബോണ്ട് ഉണ്ട്, കാർബൺ ഓക്സിജൻ പൈ ബോണ്ടും ഉണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാർബണൽ ഗ്രൂപ്പ് നമ്മൾ എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ കാർബണൽ ഗ്രൂപ്പ് മാത്രമായിട്ട് നമ്മൾ നോക്കുന്നത്. കാർബൺ ഹൈഡ്രജനകത്ത് സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യാത്തത്. യെസ്, ഇനി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് നോക്കണം. കാർബൺ ഗ്രൂപ്പാണ് നമ്മൾ
നോക്കുന്നത് തീരുമാനിച്ചു. ഇനി കാർബണൽ ഗ്രൂപ്പിനകത്ത് എത്ര ഓർബിറ്റിലുണ്ട്? ഇൻ കാർബണൽ ഗ്രൂപ്പ് കാർബൺ ഓക്സിജൻ സിഗ്മ ഓർബിറ്റിലുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഓക്സിജൻ പൈ ഓർബിറ്റിലുണ്ട്. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നോൺ ബോണ്ടഡ് ഓർബിറ്റൽ ഇൻ ഓക്സിജൻ ആറ്റം. ഓക്സിജനിലെ നോൺ ബോണ്ടഡ് ഓർബിറ്റിലുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഓക്സിജൻ പൈ സ്റ്റാർ ഓർബിറ്റിലുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഓക്സിജൻ സിഗ്മ സ്റ്റാർ ഓർബിറ്റിലുണ്ട്. ഈ ഓർഡർ തന്നെയാണ് അതിൻ്റെ എനർജി ഓർഡറും. അതൊന്ന് ഓർത്ത് വെച്ചെടുക്കുക. ഇതാണ് വേരിയസ് ആയിട്ടുള്ള എനർജി ലെവൽസ് എന്ന് പറയുന്നത്. സിഗ്മ CO, പൈ CO, നോൺ ബോണ്ടഡ് ഓർബിറ്റൽ, പൈ സ്റ്റാർ ഓർബിറ്റൽ, സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ. 1 2 3 4 5 6 ഇലക്ട്രോൺ ട്രാൻസിഷൻ്റെ അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ ട്രാൻസിഷൻ പോസിബിൾ ആണ്. തിയററ്റിക്കലി 6 ഇലക്ട്രോൺ ട്രാൻസിഷൻ ആർ പോസിബിൾ ഇൻ കാർബണൽ ഗ്രൂപ്പ്സ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡർ തന്നെയാണ് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഒന്നും കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇലക്ട്രോൺ ട്രാൻസിഷൻ്റെ ഓർഡറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. N2 പൈ സ്റ്റാർ ഓർബിറ്റൽ 1 2 3 4 5 6 ആ ഓർഡർ തന്നെയാണ് അതിൻ്റെ ഇലക്ട്രോൺ ട്രാൻസിഷൻ്റെയും എനർജിയുടെ ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത്. N2 പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് അല്ലെങ്കിൽ N2 പൈ സ്റ്റാർ ഇലക്ട്രോൺ ട്രാൻസിഷൻ ആയിരിക്കും ഏറ്റവും എനർജി കുറഞ്ഞ ട്രാൻസിഷൻ. പൈ ടു പൈ സ്റ്റാർ അതിൽ കൂടുതൽ. N2 സിഗ്മ സ്റ്റാർ, പൈ ടു സിഗ്മ സ്റ്റാർ, സിഗ്മ ടു പൈ സ്റ്റാർ ആൻഡ് ലാസ്റ്റത്ത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ. സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആയിരിക്കും ഏറ്റവും എനർജി കൂടിയ ട്രാൻസിഷൻ. ഇനി ഇവിടെ നോക്കുമ്പോഴത്തേക്കും അവസാനത്തെ 3 അതായത് 4 5 6 അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 ഹൈലി എനർജി വേണ്ട ട്രാൻസിഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് പറയുന്നത് ദ UV visible radiation may not possess sufficient energy so as to cross the last 3 high energetic electron transition. UV visible radiation കൊണ്ട് ആ ഇലക്ട്രോൺ ട്രാൻസിഷൻ പോസിബിൾ ആവത്തില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട എനർജി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഒമിറ്റ് ചെയ്യുന്നു. പകരം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് 3 ട്രാൻസിഷനാണ്. N2 പൈ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ ആൻഡ് N2 സിഗ്മ സ്റ്റാർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളാണിത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് നമ്മൾ 2 രീതിയിൽ തിരിക്കുന്നുണ്ട്, ഇന്നർ ഷെല്ലും വാലൻസ് ഷെല്ലും. കാരണം UV വിഷ്വൽ റേഡിയേഷൻ ബൊമ്പാർഡ് ചെയ്യുമ്പോഴത്തേക്കും വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമേ ട്രാൻസിഷന് വേണ്ടി പോകുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഇന്നർ ഷെല്ല് ഇലക്ട്രോൺസിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷനകത്ത് ഇതുവരെ സിഗ്മ CO വരെയായിരിക്കും ഇന്നർ ഷെൽ എന്ന് പറയുന്നത്. അപ്പം സിഗ്മ CO വരെ ഇന്നർ ഷെല്ലായിട്ടും പൈ CO ആൻഡ് ഓക്സിജൻ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഓഫ് ഓക്സിജൻ ഇത് രണ്ടും വാലൻസ് ഷെല്ലായിട്ടും നമ്മൾ കാണുന്നു. കാരണം എനർജിയുടെ ഓർഡർ അനുസരിച്ച് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 2 ഓർബിറ്റിലാണ്. ലാസ്റ്റത്തെ 2 അതായിരിക്കും എൻ്റെ വാലൻസ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. When a molecule is ready to the UV visible radiation, the electron transition will occur the outer valence shell. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇവിടുത്തെ ഔട്ടർ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ 2 ഷെല്ലാണ്, പൈ ഓർബിറ്റിലും അതുപോലെ തന്നെ നോൺ ബോണ്ടഡ് ഓർബിറ്റിലും. While the inner shell electron remain intact without undergo any transition. ഈ ഷെല്ലിൽ ട്രാൻസിഷൻ നടക്കത്തില്ല. ദെൻ ഇവിടെ സിമെട്രിയും സ്പെക്ട്രോസ്കോപ്പിയും നമ്മൾ ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എങ്ങനെ സിമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം സിമെട്രി പറയുമ്പം ഉറപ്പായിട്ടും ഷേപ്പ് പറയണം. എന്തിൻ്റെ ഷേപ്പ്? നമ്മൾ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഓരോ ഓർബിറ്റിൻ്റെയും ഷേപ്പും അതിൻ്റെ സിമെട്രിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്കിനകത്ത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 5 ഓർബിറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം കാർബണിൽ ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. കാർബണിൽ ഗ്രൂപ്പിലെ കാര്യം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാർബൺ ഹൈഡ്രജൻ നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 5 ഓർബിറ്റിലാണ് മെയിനായിട്ടുള്ളത്. സിഗ്മ CO, സിഗ്മ സ്റ്റാർ CO, പൈ CO, പൈ സ്റ്റാർ CO ആൻഡ് നോൺ ബോണ്ടഡ് ഓർബിറ്റൽസ്. ഇതിനകത്ത് 2 സിഗ്മയും സിഗ്മ COയും സിഗ്മ സ്റ്റാറും അതിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് A1 സിമെട്രി ആയിരിക്കും.
C2V പോയിന്റ് ഗ്രൂപ്പിനകത്ത് A1 സിമെട്രി എന്ന് പറയുന്നത് ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ്. ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2V പോയിന്റ് ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻ്റെയും വാല്യൂ 1 ആയിരിക്കും, +1 ആയിരിക്കും. അതാണ് ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഏത് പോയിന്റ് ഗ്രൂപ്പ് എടുത്താലും ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓപ്പറേഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാരക്ടർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. ഓക്കെ, ഇനി പൈയും പൈ സ്റ്റാറിനും ഒരേ സിമെട്രിയാണ് B1 സിമെട്രി. ഇനി നോൺ ബോണ്ടഡ് ഇലക്ട്രോണിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് B2 സിമെട്രിയാണ്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. A1 B1 B2 ചുമ്മാ പറയുകയല്ല ചെയ്യുന്നത്, അതിന് നമ്മൾ ഓർബിറ്റലിൻ്റെ ഷേപ്പ് വെച്ച് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓർബിറ്റലിൻ്റെ ഷേപ്പും അത് ഓരോ റൊട്ടേഷൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മിറർ പ്ലെയിൻ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ചാണ് നമ്മളത് സിമെട്രി പറയുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. യെസ്, ഷേപ്പ് ആൻഡ് സിമെട്രി ഓഫ് ദി പ്രോപ്പർട്ടി, സിമെട്രിക് പ്രോപ്പർട്ടി ഓഫ് ഓർബിറ്റൽസ്. കാർബൺ ഗ്രൂപ്പിനകത്തെ സിഗ്മ ബോണ്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. കാർബൺ ഹൈഡ്രജൻ ഹൈഡ്രജൻ. കാർബൺ ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് കാർബണിലെ ഒരു ബോണ്ടും ഇവിടെ ഓക്സിജനിലെ ഒരു സിഗ്മ ബോണ്ടും. ഇതേ പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. ഇതായിരിക്കും സിഗ്മ ബോണ്ടിൻ്റെ ഓർബിറ്റൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇവിടെ ഇത് ഓക്സിജൻ കാർബൺ ബോണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു C2 ആക്സിസ് എന്ന് പറയുന്നത് ഓക്സിജനിലേക്കൂടെയും കാർബണിലേക്കൂടെയും ഇങ്ങനെ കടന്നു പോകുന്ന ഈ ആക്സിസാണ് C2 ആക്സിസ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു C2 റൊട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ ഹൈഡ്രജൻ്റെ 2 പൊസിഷൻ ചേഞ്ച് ആകുന്നുണ്ട്. അങ്ങനെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പൊസിഷൻ ചേഞ്ച് ആകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഈ P ഓർബിറ്റൽ തമ്മിലും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതിൻ്റെ പോസിറ്റീവ് ലോബും നെഗറ്റീവ് ലോബും എങ്ങനെയാണോ ബോണ്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും C2 ഓപ്പറേഷൻ ചെയ്യുമ്പോഴും. അതുകൊണ്ട് തന്നെ Eക്ക് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, Eക്ക് 1 തന്നെയാണല്ലോ. C2 ഓപ്പറേഷൻ ചെയ്യുമ്പം അതിൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ +1 ആയിരിക്കും. ഇനി മിറർ പ്ലെയിൻ സിഗ്മ എക്സ് ഇസഡ്, അതായത് ഇങ്ങനെ ഒരു മിറർ പ്ലെയിൻ വെക്കുകയാണ്. ഇങ്ങനെ മിറർ പ്ലെയിൻ വെച്ചാലും ആ ഓക്സിജനിലെയും കാർബണിലെയും P ഓർബിറ്റലിൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സിഗ്മ എക്സിസഡിൻ്റെയും വാല്യൂ +1 ആയിരിക്കും. ഇനി സിഗ്മ ZY സിഗ്മ ZY എന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് എക്സായിട്ട് കട്ട് ചെയ്യുക ചെയ്യുന്നത്, എല്ലാം ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഓക്സിജൻ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നു, കാർബണും 2 ഹൈഡ്രജനും ഹാഫായിട്ട് കട്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓക്സിജൻ്റെയും കാർബണിൻ്റെയും P ഓർബിറ്റലിൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സിഗ്മ YZും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. നോക്കി, +1 എന്ന് പറയുന്നത് A1 റെപ്രസെൻറ്റേഷനാണ്. അതുകൊണ്ടാണ് സിഗ്മ സിയുടെ സിമെട്രി എന്ന് പറയുന്നത് A1 ആയത്. ഓക്കെ, ഇനി സിഗ്മ സ്റ്റാർ എങ്ങനെയാണെന്ന് നോക്കാം. സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, സെയിം രീതി തന്നെയാണ് ബോണ്ട് സംഭവിക്കുക. ഹൈഡ്രജൻ ഹൈഡ്രജൻ, ഇവിടെ ഓക്സിജൻ. ഒരു കാര്യം മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഓക്സിജൻ്റെ ഇവിടെ പോസിറ്റീവ്, കാർബണിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. ഓക്സിജൻ്റെ P ഓർബിറ്റിലെ നെഗറ്റീവ് ലോബും കാർബണിൻ്റെ P ഓർബിറ്റിലെ പോസിറ്റീവ് ലോബും തമ്മിലായിരിക്കും ബോണ്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എങ്ങനെയായിരുന്നു, കാർബണിൻ്റെയും ഓക്സിജൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പോസിറ്റീവ് ലോബുകൾ തന്നെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് സിഗ്മ ബോണ്ടിൽ. എന്നാൽ സിഗ്മ സ്റ്റാറിനകത്ത് എങ്ങനെയാണ്, കാർബണിൻ്റെ പോസിറ്റീവും ഓക്സിജൻ്റെ നെഗറ്റീവും. ഇനി ഇതാണ് കാർബൺ ഓക്സിജൻ ബോണ്ട്. ഇതായിരിക്കും C2 ആക്സിസ് എന്ന് പറയുന്നത്. നേരത്തെ തന്നെ സെയിം രീതി തന്നെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും P ഓർബിറ്റലിൻ്റെ പൊസിഷന് C2 ആക്സിസ് ചെയ്യുമ്പം ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ 1 ആയിരിക്കും. സിഗ്മ സിഗ്മ CO പോലെ തന്നെയാണ് സിഗ്മ സ്റ്റാർ COയുടെ
ഓർബിറ്റൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ മിറർ പ്ലെയിൻ വെക്കുമ്പോഴും തന്നെയായിരിക്കും സിഗ്മ എക്സ് സെഡ് വെക്കുമ്പോഴും അതുപോലെ തന്നെ സിഗ്മ വൈ സെഡ് വെക്കുമ്പോഴും ഓക്സിജൻ്റെയും കാർബണിൻ്റെയും പി ഓർബിറ്റലിൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടറും ഏത് തന്നെയായിരിക്കും +1 തന്നെയായിരിക്കും. നോക്കുക, എല്ലാ ക്യാരക്ടറും +1 ആണ്, സിഗ്മ വിയുടെയും സിഗ്മ സ്റ്റാർ വിയുടെയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓർബിറ്റലിൻ്റെയും സിമെട്രി എന്ന് പറയുന്നത് A1 സിമെട്രി ആയിരിക്കും. ഇനി അടുത്തത് പൈ ബോണ്ട് നോക്കാം. പൈ ബോണ്ട് എങ്ങനെയാണ് അതിൻ്റെ സിമെട്രി B1 ആയെന്ന് നോക്കാം. കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ. ഇവിടുത്തെ പൈ ബോണ്ട് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയായിരിക്കും. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. C2 ആക്സിന് മാറ്റമൊന്നുമില്ല. ഇതാണ് C2 ആക്സിസ്. ഓക്കെ, ഇനി നോക്കുക, C2 റൊട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഹൈഡ്രജൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ പോസിറ്റീവ് ലോബ് നെഗറ്റീവിൻ്റെ സൈഡിലേക്കും നെഗറ്റീവ് ലോബ് പോസിറ്റീവിൻ്റെ സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് C2 സിമെട്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതായത് പൊസിഷൻ ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് തന്നെ C2ൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഈ ചേഞ്ച് ആവുന്നില്ല, ഈ 1 തന്നെ. ഇനി സിഗ്മ വി എടുക്കുകയാണെങ്കിൽ, സിഗ്മ വി എന്ന് പറയുന്നത് സിഗ്മ എക്സ് സെഡ് എടുക്കുകയാണെങ്കിൽ എല്ലാ ആറ്റത്തിനെയും ഹാഫായിട്ട് കട്ട് ചെയ്യുന്ന മിററാണ് സിഗ്മ എക്സ് സെഡ്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയായിരുന്നു, ക്ഷമിക്കുക. ഇവിടെ പറഞ്ഞപ്പോഴത്തേക്കും സിഗ്മ വൈ സെഡ് ആണ് എല്ലാ ആറ്റത്തിനെയും കട്ട് ചെയ്യുന്ന മിറർ പ്ലെയിൻ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല, സിഗ്മ എക്സ് സെഡ് ആണ്. അത് ഇവിടെ എങ്ങനെയായാലും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കാര്യമാക്കാതെ ഞാൻ വിട്ടുപോയത്, സോറി, ക്ഷമിക്കുക. ഇവിടെ അങ്ങനെയല്ല, സിഗ്മ എക്സ് സെഡ് എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ എക്സ് സെഡ് എന്ന് പറയുന്നത് എല്ലാ ആറ്റത്തിനെയും ഹാഫായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പം ഓരോ ആറ്റത്തിൻ്റെയും പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ലോബിൻ്റെയും നെഗറ്റീവ് ലോബിൻ്റെയും പൊസിഷനും ചേഞ്ച് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി സിഗ്മ വൈ സെഡ് ഇവിടെയാണ് ഇങ്ങനെ ഈ ഒരു പൊസിഷൻ, ഇതാണ് മിറർ പ്ലെയിൻ. അതായത് ഇങ്ങനെ ഒരു മിറർ പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഹൈഡ്രജൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ 1ൻ്റെ സ്ഥാനത്തേക്ക് 2ഉം 2ൻ്റെ സ്ഥാനത്തേക്ക് 1ഉം വരുന്നു. പക്ഷേ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും പൊസിഷൻ ചേഞ്ച് ആകുന്നില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ നോക്കുക, ഹൈഡ്രജൻ 1ൻ്റെ പൊസിഷൻ്റെ നേരെയാണ് പോസിറ്റീവ് ലോബ് കിടക്കുന്നത്, ഹൈഡ്രജൻ 2ൻ്റെ നേരെയാണ് നെഗറ്റീവ് ലോബ് കിടക്കുന്നത്. ഹൈഡ്രജൻ 1ഉം 2ഉം ഷിഫ്റ്റ് ചെയ്യുമ്പം അതേ രീതിയിൽ തന്നെ ഈ നെഗറ്റീവും പോസിറ്റീവും ലോബുകളും ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് 1 അല്ല, -1 ആയിരിക്കും. നോക്കിയേ, +1 -1 +1 -1. ഈ ക്യാരക്ടർ വരുന്നത് B1 സിമെട്രി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പൈ CO എന്ന് പറയുന്നത് B1 സിമെട്രി ആയിട്ട് മാറിയത്. ഇനി എങ്ങനെയാണ് പൈ സ്റ്റാർ ഓർബിറ്റൽ എങ്ങനെയാണെന്ന് നോക്കാം. പൈ സ്റ്റാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ. പൈ സ്റ്റാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കാർബണിൽ ഇതായിരിക്കും. ഓക്കെ, സൈഡ് വേസ് ഓവർലാപ്പിംഗ്. ഇവിടെയും സെയിം തന്നെയാണ്. ഇതാണ് C2 ആക്സിസ്. C2 ആക്സിസ് ചെയ്യുമ്പോഴത്തേക്കും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു പറയാം. ബോണ്ടല്ല, ഹൈഡ്രജൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു പോലെ. ഹൈഡ്രജൻ 1ൻ്റെ പൊസിഷനിലേക്ക് ഹൈഡ്രജൻ 2ഉം 2ൻ്റെ പൊസിഷനിലേക്ക് 1ഉം വരുന്ന പോലെ തന്നെ കാർബണിൻ്റെ പോസിറ്റീവ് ലോബ് നെഗറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് ലോബിലേക്കും വരും. അതുപോലെ തന്നെ ഓക്സിജൻ്റെ തന്നെ നെഗറ്റീവ് സൈഡ് പോസിറ്റീവിലേക്കും പോസിറ്റീവ് നെഗറ്റീവിലേക്കും വരും. അതുകൊണ്ട് തന്നെ C2 ഓപ്പറേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. പി ഓർബിറ്റിൽ അതിൻ്റെ ലോബ് എക്സ്ചേഞ്ച് ചെയ്യുന്നല്ല, അതിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടർ -1 ആയിരിക്കും. ഈ ഓപ്പറേഷൻ എപ്പോഴും 1 ആയിരിക്കും. ഇനി സിഗ്മ എക്സ് സെഡ് ആ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആറ്റങ്ങളെയും ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരാറ്റത്തിൻ്റെയും പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മാറുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ
പി ഓർബിറ്റലിലെ ലോബുകളും അതിൻ്റെ പൊസിഷനും ചേഞ്ച് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടർ 1 ആയിരിക്കും, +1 ആയിരിക്കും. അതുപോലെ തന്നെ സിഗ്മ YZ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഹൈഡ്രജൻ 1ൻ്റെ പൊസിഷനിലേക്ക് ഹൈഡ്രജൻ 2ഉം 2ൻ്റെ പൊസിഷനിലേക്ക് ഹൈഡ്രജൻ 1ഉം വരും. അതുപോലെ തന്നെയാണ് ഈ ലോബുകളും തമ്മിലും പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. -1 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് π*C യുടെ സിമെട്രി എന്ന് പറയുന്നത് B1 സിമെട്രി ആയിരിക്കും. ഇനി നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിജനിൽ മാത്രമേ ഉള്ളത്, അല്ലേ? ഓക്സിജനിൽ മാത്രമേ ഉള്ളൂ. കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. കാർബണിൽ മാത്രമാകുമ്പോഴത്തേക്കും പോസിറ്റീവ്, നെഗറ്റീവ്, C2 ആക്സിസ്. ഇവിടുത്തെ ഈ പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പി ഓർബിറ്റൽ എന്ന് പറയുന്നത് PY ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PY എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് കാരണം നമ്മൾ പറയാം. ഇവിടെ നോക്കുക, C2 ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ലൂപ്പുകൾ തമ്മിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ +1 ആയിരിക്കും, C2 -1 ആയിരിക്കും. ഇനി നോക്കുക, അടുത്ത മിറർ പെയർ എന്ന് പറയുന്നത് സിഗ്മ XZ ആണ്. സിഗ്മ XZ ചെയ്യുമ്പോഴത്തേക്കും എക്സിൻ്റെയും ഇസഡിൻ്റെയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ചേഞ്ച് ആകുന്നില്ല. പകരം ചേഞ്ച് ആകുന്നത് ഏതാണ്? Y കോർഡിനേറ്റ്സിലെ കാർട്ടീഷ്യൻ ആയിരിക്കും ചേഞ്ച് ആകുക. അപ്പം PY എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് X, ഇത് Y, ഇത് Z. Y കാർട്ടീഷ്യനിലിരിക്കുന്ന പി ഓർബിറ്റിലാണ് PY എന്ന് പറയുന്നത്. അപ്പം സിഗ്മ XZ ചെയ്യുമ്പോഴത്തേക്കും ഇസഡിലെ കോർഡിനേറ്റ്സ് ചേഞ്ച് ആകുന്നില്ല, എക്സിലെയും ചേഞ്ച് ആകുന്നില്ല. പക്ഷേ Yയിലെ ചേഞ്ച് ആകും, അല്ലേ? Yയിലെ ചേഞ്ച് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ലോബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും ഷിഫ്റ്റ് ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് PY എന്ന് ഇവിടെ പറയാൻ കാരണം. PY ആണ് ഇതിൻ്റെ ഓർബിറ്റലിൻ്റെ പേരായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിഗ്മ XZ ചെയ്യുമ്പോഴത്തേക്കും ഇസഡ് ഡയറക്ഷനിലേക്ക് കാർട്ടീഷ്യൻ ചേഞ്ച് ആകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടർ -1 ആയിരിക്കും. ഇനി സിഗ്മ YZ ചെയ്യുമ്പോഴത്തേക്കും ഇസഡിലെയും Yയിലെയും പി ഓർബിറ്റലിൻ്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നില്ല, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ചേഞ്ച് ആകുന്നില്ല. ബട്ട് എക്സിലെ ചേഞ്ച് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിലല്ല ഇതിരിക്കുന്നത്, പി ഓർബിറ്റിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് വരുന്നില്ല, +1. അപ്പോൾ നോക്കിയേ, +1 -1 -1 +1. നോക്കിയേ, B2 ഓർബിറ്റ് അല്ലെങ്കിൽ B2 സിമെട്രി. ഇങ്ങനെയായിരിക്കും ഓർബിറ്റിൻ്റെ ഷേപ്പും സിമെട്രിയും തീരുമാനിക്കുന്നത്. ഇനി ഏതൊക്കെ ട്രാൻസിഷനാണ് അലോഡ്, ഏതൊക്കെയാണ് ഫോർബിഡൻ നമുക്ക് നോക്കാം. A spectroscopic transition will be an allowed one if its electric dipole transition moment integral is non-zero, and the transition will be a forbidden one if that integral is 0. The electric dipole transition moment is given by, അത് ഇലക്ട്രിക് ഡൈപോൾ ട്രാൻസിഷൻ non-zero ആണെങ്കിൽ ആ ട്രാൻസിഷൻ അലൗഡും, 0 ആണെങ്കിൽ അത് നോട്ട് അലൗഡും ആയിരിക്കും വരിക. ഇനി എന്താണ് ഈ ഇലക്ട്രിക് ഡൈപോൾ ട്രാൻസിഷൻ മൊമെന്റ് നമുക്ക് നോക്കാം. ഇതാണ് DMN ബാർ ആണ് കേട്ടോ. DMN ബാർ ട്രിപ്പിൾ ഇൻ്റഗ്രൽ -∞ to +∞ psi g d cap psi x d tau. ഇതെന്താ നമുക്ക് നോക്കാം. psi g എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, psi ex എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, d tau ആണ് കേട്ടോ, അല്ലെങ്കിൽ d cap. d cap is the dipole moment vector. ഇനി d tau എന്ന് പറയുന്നത് 3 dx dy dz, ഇതിൻ്റെ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, there are 3 components for electric dipole transition moment integral. They respectively given as, ഇവിടുന്ന് DMN എന്ന് പറയുന്നത് 3 എണ്ണത്തിനെ കൂടെ കമ്പൈൻ ചെയ്താണ്. അതായത് dx dy dz, ഇതിനെ 3 കൂടെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 3 കൂടെ കമ്പൈൻ ചെയ്താണ് വരുന്നത്.
ഇനി ഇതിലേതെങ്കിലും, അതായത് മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു, 3 കമ്പോണൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 3 ഇലക്ട്രിക് ഡൈപോൾ ട്രാൻസിഷൻ ചെയ്തത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി എക്സ് ഡയറക്ഷനിലെ ഡൈപോൾ മൊമെന്റ് വെക്ടർ, ഡി വൈ, ഡി ഇസഡ്, അത് ഓരോ ഡയറക്ഷനിലെയും ഡൈപോൾ മൊമെന്റ് വെക്ടറാണ് എക്സ് വൈ ഇസഡ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയാൽ മതി, സീറോ അല്ലാതെ ആയാൽ മതി. ഡി എം എൻ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? സീറോ അല്ലാതെ ആയി മാറും. ഇനി ഇത് മൂന്നും സീറോ ആണെങ്കിൽ ഡി എം എൻ സീറോ ആയിരിക്കും. ഡി എം എൻ സീറോ ആയിക്കഴിഞ്ഞാൽ ആ ട്രാൻസിഷൻ അലൗഡ് അല്ല. ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയിക്കഴിഞ്ഞാൽ അലൗഡ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഗ്രൗണ്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി മോളിക്യൂൾസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇന്നർ ഇലക്ട്രോണിക് ഷെല്ല് അല്ലെങ്കിൽ ഇന്നർ ഇലക്ട്രോൺസ് CO2 N2. It is clear that outer orbitals are occupied in doubly electron അല്ലെങ്കിൽ doubly occupied by an electron. The symmetry property of orbital will become the totally symmetric one. അതായത് doubly occupied ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഡബ്ല്യു ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണെങ്കിൽ ആ ഓർബിറ്റിൻ്റെ സിമിട്രി എന്ന് പറയുന്നത് ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പൈ സിയുടെ സിമിട്രി എന്ന് പറയുന്നത് B1 ആണ് അല്ലേ, B1. ഇനി നമുക്ക് ഇവിടെ B1 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. B1 ഫസ്റ്റ് ഇലക്ട്രോൺ. ഇവിടെ എത്രയുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് B1 × B1 രണ്ടാമത്തെ ഇലക്ട്രോൺസ്, അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസിൻ്റെ കാര്യം, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് നേരത്തെ പറഞ്ഞത് അതിൻ്റെ സിമിട്രി എന്ന് പറയുന്നത് B2 ആണ്. ഒരു ഇലക്ട്രോണിൻ്റെ കാര്യമാണ് B2. ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, B2 B2. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി C2 പോയിന്റ് ഓഫ് വ്യൂ അപ്പോൾ ടോട്ടൽ സിമെട്രി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് A1 സിമെട്രിയാണ്. ഇൻ ദി മോളിക്യൂൾ pi CO contain 2 electrons. It is clear that the pi bonding molecular orbital is B1 symmetry and each electron present in the orbital generate the character of B1 irreducible representation C2 point of view. ഇതാണ് ക്യാരക്ടറുകൾ നമ്മൾ നേരത്തെ കണ്ടാണ്. A1 സിമെട്രിയുടെ ക്യാരക്ടർ 1 1 1 1 എല്ലാം 1 ആണ്. A2ൻ്റെ എന്ന് പറയുന്നത് 1 1 -1 -1. B1ൻ്റെത് 1 -1 1 -1. B2 1 -1 -1 1. നമുക്ക് N2ൻ്റെ കാര്യം എടുക്കാം. N2 അല്ല, സോറി, പൈ ഓർബിറ്റൽസിലെ ഒരു ഇലക്ട്രോണിൻ്റെ സിമെട്രി B1, 2 ഇലക്ട്രോണുകളുണ്ട് B1 × B1. നോക്കുക, B1 × B1 എന്ന് പറയുമ്പോൾ 1 1 -1 1 -1. അത് നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക ടോട്ടലി സിമെട്രിക് ആയിട്ടുള്ള 1 1 1 1 ആണ് കിട്ടുക. ഇതിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് A1 സിമെട്രി ആയിരിക്കും. ഓക്കെ, A1 സിമെട്രി. അതുപോലെ തന്നെ നോൺ ബോണ്ടഡ് ഇലക്ട്രോണിൻ്റെ കാര്യം അതുപോലെ തന്നെ B2 × B2 = 1 1 1 1 ആയിരിക്കും. A1 സിമെട്രി ആയിരിക്കും കിട്ടുക. അപ്പം ഒരു ഓർക്കുക, ഡബ്ലി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് ഒരു ഓർബിറ്റിലുള്ളെങ്കിൽ അതിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഇവിടെ C2 പോയിന്റ് ഗ്രൂപ്പിൻ്റെ മാത്രമല്ല ഏത് പോയിന്റ് ഗ്രൂപ്പിലും അങ്ങനെ തന്നെയായിരിക്കും. ഇനി നമുക്ക് ഓരോ ട്രാൻസിഷൻ എടുത്ത് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഫസ്റ്റ് ട്രാൻസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് N2 pi star ട്രാൻസിഷൻ, ഏറ്റവും എനർജി കുറഞ്ഞ ട്രാൻസിഷൻ. ഇത് അലൗഡ് ആണോ ഫോർബിഡൻ ആണോ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഫോർ ദ ബേസ് ഓഫ് സിമെട്രി അല്ലെങ്കിൽ ഗ്രൂപ്പ് തിയറി. ഇവിടെ പറയുന്നത് എന്താണ്? UV റേഡിയേഷൻ അടിക്കുമ്പോഴത്തേക്കും നോൺ ബോണ്ടഡ് ഓർബിറ്റിൽ നിന്ന് അല്ലെങ്കിൽ N0 ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്ത് പൈ സ്റ്റാർ ഓർബിറ്റിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് സംഭവിക്കും. ഗ്രൗണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, പൈ CO ഡബ്ല്യു ഒക്യുപ്പൈഡ്, നോൺ ബോണ്ടഡ് ഓർബിറ്റൽ ഡബ്ല്യു ഒക്യുപ്പൈഡ്. ഇനി ഒരു ഇലക്ട്രോൺ ട്രാൻസിഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എക്സൈറ്റഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണത്. അതിങ്ങനെയായിരിക്കും. ഇന്നർ ഷെല്ലൊന്നും സംഭവിക്കത്തില്ല. പൈ COയ്ക്ക് 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. നോൺ ബോണ്ടഡ് ഓർബിറ്റിൽ 1 ഇലക്ട്രോൺസ്, പൈ സ്റ്റാർ ഓർബിറ്റിൽ 1 ഇലക്ട്രോൺസ്. ഇനി നമ്മൾ സിമെട്രി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പ് തിയറി വെച്ച് ഇത് അലൗഡ് ആണോ ഫോർബിഡൻ ആണോ നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. എന്താ ചെയ്താൽ മതി? DMN നോൺ സീറോ ആയാൽ മതി. DMN നോൺ സീറോ ആകണമെങ്കിൽ എന്തായിരിക്കണം? DXO DYO DZO ഏതെങ്കിലും നോൺ സീറോ ആകണം. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ട്രാൻസിഷൻ അലൗഡ് ആണോ ഫോർബിഡൻ ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി
ഡി എക്സ് ഫസ്റ്റ് എടുക്കുന്നു, ഡി എക്സ് എടുക്കുമ്പോഴത്തേക്കും ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ സിമെട്രി രണ്ടിൻ്റെ പൈ ഓർബിറ്റലിലെയും A1 സിമെട്രിയാണ്, N2 നോൺ ബൗണ്ടറി ഇലക്ട്രോണിൻ്റെയും സിമെട്രി A1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ സിമെട്രി A1 സിമെട്രി. ഇനി എക്സൈറ്റ് സ്റ്റേറ്റിൻ്റെ സിമെട്രി ആണ് നമ്മൾ നോക്കാം. എക്സൈറ്റ് സ്റ്റേറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. പൈ CO2ൻ്റെ സിമെട്രി A1 സിമെട്രി. ഇവിടെ നോക്കുക, നോൺ ബൗണ്ടറി ഇലക്ട്രോൺസിനകത്ത് ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ. നോൺ ബൗണ്ടറി ഇലക്ട്രോൺസിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് B2 സിമെട്രിയാണ്. ഇനി പൈ സ്റ്റാർ ഇലക്ട്രോണിനകത്തെ സിമെട്രി എന്ന് പറയുന്നത് B1 ആണ്, കാരണം അവിടെയും 1 ഇലക്ട്രോൺസേ ഉള്ളൂ, B1. ഇനി നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 1 1 1 1 A1 സിമെട്രി. ഇനി B2ൻ്റെ നോക്കുക, 1 -1 -1 1. ഇനി B1ൻ്റെ സിമെട്രി 1 -1 1 -1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 × 1 × 1 1 1 × -1 × -1 1 1 × -1 × -1 × 1 -1 വരും. 1 × 1 × -1 -1. ഇത് നോക്കി ഏത് സിമെട്രിയാന്ന് നോക്കി, എക്സൈറ്റഡ് സിമെട്രി 1 1 -1 1 -1. നോക്കുക, A2 സിമെട്രിയാണ്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് A2 സിമെട്രിയാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സിമെട്രി A2. ഇനി DX എന്ന് പറയുന്നത്, അവിടെയാണ് ഈ ക്യാരക്ടർ ടേബിളിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. A1ൻ്റെ നേരെ കിടക്കുന്ന നോക്കി, A1 നേരെ കിടക്കുന്ന മൂന്നാമത്തെ റോയിൽ Z ഡയറക്ഷൻ, B1ൻ്റെ നേരെ X ഡയറക്ഷൻ, B2ൻ്റെ നേരെ Y ഡയറക്ഷൻ. ഇതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ നേരെ കിടക്കുന്ന സിമെട്രി ഏതാണോ അത് ഡൈപോൾ മൊമെൻ്റ് വെക്ടറാണ് അത് കാണിക്കുന്നത്. ഏത് ഡയറക്ഷനിലേക്കുള്ള വെക്ടറാണ് അതെന്നാണ് കാണിച്ചിരിക്കുന്നത്. DX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലേക്കുള്ള ഡൈപോൾ മൊമെൻ്റ് വെക്ടർ. DY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y ഡയറക്ഷനിലുള്ള ഡൈപോൾ മൊമെൻ്റ് വെക്ടർ. DZ എന്ന് പറഞ്ഞാൽ Z ഡയറക്ഷനിലുള്ള ഡൈപോൾ മൊമെൻ്റ് വെക്ടർ. അപ്പോൾ ഇവിടെ DX എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എക്സ് ഡയറക്ഷനിലേക്കുള്ള ഡൈപോൾ മൊമെൻ്റിൻ്റെ സിമെട്രി എന്ന് പറയുന്നത് ഏതാണ്? എക്സ് ഡയറക്ഷനിൽ കിടക്കുന്നത് B1 ആണ്. അപ്പം DXൻ്റെ സിമെട്രി എന്ന് പറയുന്നത് B1 ആണ്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് A1 × ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ സിമെട്രി A1, എക്സ് ഡയറക്ഷനിലുള്ള ഡൈപോൾ മൊമെൻ്റ് വെക്ടർ B1, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് A2. ഈ N2 പൈ സ്റ്റാർ ട്രാൻസിഷനിലുള്ള ഏത് ഡയറക്ഷൻ എടുത്താലും എക്സ് വൈ Z ഏത് ഡയറക്ഷൻ എടുത്താലും അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ സിമെട്രി എന്ന് പറയുന്നത് A2 തന്നെയായിരിക്കും. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് A1 തന്നെയായിരിക്കും. ഇവിടെ മാറാൻ പോകുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഈ ഡൈപോൾ മൊമെൻ്റ് വെക്ടർ കമ്പോണൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ, എക്സ് വൈ Z മാത്രമേ മാറുന്നുള്ളൂ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു A1 ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സിമെട്രീനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേം തന്നെ കിട്ടും. അതായത് 1നെ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ A1 ഉപയോഗിച്ച് A1നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. അപ്പം A1 × B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 തന്നെ × A2. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. B1 എന്ന് പറയുന്നത് 1 -1 1 -1, A2 എന്ന് പറയുന്നത് 1 1 -1 -1. ഇനി ഇത് നോൺ സീറോ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന ആൻസർ ഏതായിരിക്കണം? ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അത് കിട്ടുന്നത് ആൻസർ എന്ന് പറയുന്നത് ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് C2 പോയിന്റ് ഗ്രൂപ്പിലെ A1 റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതായിരിക്കണം? A1 എനിക്ക് കിട്ടൂല നോക്കണം. A1 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സിമെട്രിക് ആയിട്ടുള്ള 1 1 1 1 വാല്യൂ കിട്ടുമെന്ന് നോക്കണം. 1 1 കിട്ടുമെന്ന് നോക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 1 × 1 -1 × 1 -1 1 × -1 -1 -1 × -1 നോക്കി ഏതാ കിട്ടിയിരിക്കുന്നത്? എനിക്ക് B2 സിമെട്രിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇത് നോട്ട് ഈക്വൽ ടു A1. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ സിമെട്രിക് റെപ്രസെൻറ്റേഷൻ. സോ DX ഈസ് ഈക്വൽ ടു 0. നോൺ സീറോ അല്ല, 0 ആണ്. അപ്പം
എക്സ് ഡയറക്ഷനിലേക്കുള്ള N2 പൈ സ്റ്റാർ ട്രാൻസിഷൻ അലൗഡ് അല്ല, അല്ലെങ്കിൽ ഈ ഡൈപ്പോ മൂവ്മെന്റ് ഇന്റഗ്രൽ ഉപയോഗിച്ച് അലൗഡ് അല്ല. ഇനി അടുത്ത ഏതാണ്? എക്സിന് പകരം y ഉപയോഗിച്ച് നോക്കാം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. A1 A2 y ഡയറക്ഷനിലേക്ക് നോക്കിയ y ഡയറക്ഷൻ ഏതാണ്? B2 സിമിട്രി. B2 സിമിട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും A1 ഇൻറ്റു B2 B2 ഇൻറ്റു A2 1 മൈനസ് 1 മൈനസ് 1 1 1 1 മൈനസ് 1 മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 മൈനസ് 1 1 മൈനസ് 1. ഏത് സിമിട്രിയാണ് നോക്കിയത്? B1 സിമിട്രിയാണ്. A1 സിമിട്രി അല്ല, B1 സിമിട്രിയാണ്. അതുകൊണ്ട് തന്നെ dy ഈക്വൽ ടു 0. ഓക്കെ. ഇനി അടുത്ത ഏതാണ്? Z ഡയറക്ഷൻ. Z ഡയറക്ഷൻ നോക്കുമ്പോഴത്തേക്കും A1 സിമിട്രി, A2 സിമിട്രി, ദെൻ ഏതാണ്? dz എന്ന് പറയുമ്പോഴത്തേക്കും A1 സിമിട്രിയാണ്. A1 സിമിട്രി. A1 ഇൻറ്റു A1 തന്നെ. ദെൻ A1 ഇൻറ്റു A2 എന്ന് പറയുമ്പോൾ A2 സിമിട്രി ആയിരിക്കും കിട്ടുക. A1 സിമിട്രി അല്ല കിട്ടുക, പകരം A2 സിമിട്രിയാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ dz ഈക്വൽ ടു 0. അപ്പോൾ നോക്കുക, dz 0 ആണ്, dy 0 ആണ്, dx 0 ആണ്. അതുകൊണ്ട് തന്നെ dmn ഈക്വൽ ടു 0. dmn 0 ആയിക്കഴിഞ്ഞാൽ ആ ട്രാൻസിഷൻ അലൗഡ് അല്ല, ഫോർബിഡൻ്റ് ആയിരിക്കും. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. dx, dy, dz are 0. Therefore, dmn is also 0. From the discussion, it's clear that all the three components of dmn are 0 for N2 pi star transition. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? N2 pi star transition എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിക്കലി ഫോർബിഡൻ ട്രാൻസിഷൻ, നോട്ട് അലൗഡ് ട്രാൻസിഷൻ. ഓക്കെ, അതാണ് ഇതിനെ നമുക്ക് പറയാൻ പറ്റുക. അടുത്ത ട്രാൻസിഷൻ അത് നോക്കാം. അടുത്ത ട്രാൻസിഷനാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. നേരത്തെ പറഞ്ഞത് N2 പൈ സ്റ്റാർ ആയിരുന്നു. അത് പറയുമ്പോഴത്തേക്കും നോൺ ബോണ്ടഡ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പൈ സ്റ്റാർ ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ പൈ ടു പൈ സ്റ്റാർ ആകുമ്പോഴത്തേക്കും പൈ ഓർബിറ്റിലെ ഒരു ഇലക്ട്രോൺ പൈ സ്റ്റാർ ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പൈ ടു പൈ സ്റ്റാർ എന്ന് പറയുന്നത്, യൂസിങ് യൂസ്ഫുൾ റേഡിയേഷൻ. ഇനി ഇവിടുത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇന്നർ ഷെല്ലിന് മാറ്റമൊന്നുമില്ല, പൈ CO1 ആയിരിക്കും. അവിടുന്ന് ഒരു ഇലക്ട്രോൺസ് പൈ സ്റ്റാറിലേക്ക് മൂവ് ചെയ്യുന്നു. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസിന് നമ്പറിന്റെ ചേഞ്ച് ഒന്നുമില്ല, ഷിഫ്റ്റ് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അടുത്ത് നോക്കേണ്ടത് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ സിമിട്രിയാണ് നോക്കേണ്ടത്. ഇവിടെ പൈ സ്റ്റാർ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പൈ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. പൈയുടെ സിമിട്രി എന്ന് പറയുന്നതും പൈ സ്റ്റാറിന്റെ സിമിട്രി എന്ന് പറയുന്നതും സെയിം ആണ്, B1 സിമിട്രിയാണ്. അപ്പം പൈ സ്റ്റാറിൻ്റെത് B1, പൈയുടേതും B1. അപ്പം ബിയുടെ പൈ1, ബി സ്റ്റാറിൻ്റെത് B1. ഇനി നോൺ ബോണ്ടഡ് ഇലക്ട്രോണിൻ്റെത് B2 ആയിരുന്നു, പക്ഷെ ഇവിടെ ഓർക്കുക ഡബിളി ഒക്യുപ്പൈഡ് ആണ്. അപ്പോൾ അതിന്റെ സിമിട്രി എന്ന് പറയുന്നത് A1 സിമിട്രിയാണ്. പൈ ഓർബിറ്റിലും പൈ സ്റ്റാർ ഓർബിറ്റിലും സിംപ്ലി ഒക്യുപ്പൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സിമിട്രി ഏതാണോ അത് തന്നെ എടുത്തത്, B1 സിമിട്രി, B1 സിമിട്രി. അത് രണ്ടും ഡബിളി ഒക്യുപ്പൈഡ് ആയിരുന്നെങ്കിൽ A1 സിമിട്രി ആയിട്ട് മാറിയത്. ഇനി നോക്കുക, B1 ഇൻറ്റു A1 ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു. A1 കൊണ്ട് ഏതെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആ റെപ്രസെൻറ്റേഷൻ തന്നെ ആയിരിക്കും. B1 ഇൻറ്റു A1, B1 ഇൻറ്റു B1. B1 എന്ന് പറയുമ്പോഴത്തേക്കും 1 മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 1 1 1 ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കിട്ടുക. അപ്പം എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ സിമെട്രി എന്ന് പറയുന്നത് A1 സിമെട്രി, ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ സിമെട്രി എന്ന് പറയുന്നതും A1 സിമെട്രി. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ സിമെട്രി A1, എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ സിമെട്രി A1. ഇനി dx ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. dxന്റെ സിമെട്രി നോക്കിയേ, dx എക്സൈറ്റഡ് ഡയറക്ഷനിലാണ്, B1 സിമെട്രിയിലാണ്. dxന്റെ സിമെട്രി എന്ന് പറയുന്നത് B1. നോക്കുക, രണ്ടെണ്ണം A1 ആണ്,
ഒരെണ്ണം മാത്രമേ B1 ഉള്ളൂ. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും B1 സിമെട്രി ആയിരിക്കും കിട്ടുക. അപ്പം dx എന്ന് പറയുന്നത് dx ബാർ ഈസ് ഈക്വൽ ടു B1 ആണ് അല്ലേ. അപ്പം ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ അല്ല, A1 റെപ്രസെൻറ്റേഷൻ അല്ല. അതുകൊണ്ട് തന്നെ d ബാർ എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പം ഇത് ഈ ട്രാൻസിഷൻ എക്സ് ഡയറക്ഷനിൽ പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഫോർബിഡൻ്റ് ആണ്. ഇനി അടുത്ത ഡയറക്ഷൻ y ഡയറക്ഷൻ നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ സിമെട്രി A1, എക്സ് സ്റ്റേറ്റിന്റെ സിമെട്രി A1, വൈയുടെ സിമെട്രി എന്ന് പറയുന്നത് B2 സിമെട്രി. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇസ് ഈക്വൽ ടു B2 സിമെട്രി ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇവിടെ കിട്ടിയിരിക്കുന്ന ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ അല്ല, A1 സിമെട്രി അല്ല. അതുകൊണ്ട് തന്നെ dy ബാർ ഈസ് ഈക്വൽ ടു B2 സിമെട്രി. therefore dy ഈക്വൽ ടു 0. ഇങ്ങനെ പറയാം, ഈ പൈ ടു പൈ സ്റ്റാർ ട്രാൻസ്മിഷൻ y ഡയറക്ഷനിൽ ഫോർബിഡൻ്റ് ആണ്. ഓക്കെ, എക്സിലും ഫോർബിഡൻ്റ് ആണ്, വൈയിലും ഫോർബിഡൻ്റ് ആണ്. ഇനി ലാസ്റ്റ് ഡയറക്ഷൻ z ഡയറക്ഷൻ നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ സിമെട്രി A1, എക്സ് സ്റ്റേറ്റിന്റെ സിമെട്രി A1, z ഡൈപോൾ മൊമെന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ സിമെട്രി എന്ന് പറയുന്നത് A1. മൂന്നും A1 ആണ്. കിട്ടുന്ന ആൻസർ A1 ആയിരിക്കും. അപ്പം d ഈക്വൽ ടു d ബാർ z ഈസ് ഈക്വൽ ടു ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ A1 ആയിരിക്കും കിട്ടുക. therefore d നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 ഏതെങ്കിലും dx ഓ അല്ലെങ്കിൽ dy ഓ അല്ലെങ്കിൽ dz ഓ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ dmn നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും കിട്ടുക. സോ dmn നോട്ട് ഈക്വൽ ടു 0. സോ ഇൻ z ഡയറക്ഷൻ അല്ലെങ്കിൽ z ഡൈപോൾ മൊമെന്റ് വെക്ടർ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ഈസ് അലൗഡ് അല്ലേ. കാരണം z ഡയറക്ഷനിൽ ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? dxഉം ഇവിടെ dyയും dz എഴുതിയിരിക്കുന്നത് അതല്ല, dyയും dxഉം ആണ് കേട്ടോ. dyയും dxഉം dz. ഓക്കെ, dy and dz are 0, but dy and dx are 0. dz is non-zero. therefore dmn is non-zero. അപ്പം ഈ ട്രാൻസിഷനകത്ത് രണ്ട് കമ്പോണന്റ് dxഉം dyയും 0 ആണ്. dz എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ഈസ് അലോഡ് വൺ. അപ്പം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാം, പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ഈസ് സ്പെക്ട്രോസ്കോപ്പിക്കലി അലോഡ് വൺ. ആൻഡ് ലാസ്റ്റ് ട്രാൻസിഷൻ ഇൻടു സിഗ്മ സ്റ്റാർ. ഇൻടു സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ബോണ്ടഡ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് സിഗ്മ സ്റ്റാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പം ഉണ്ടാകുന്ന ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇനർഷ്യലിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. പൈ സ്റ്റാറിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, നോൺ ബോണ്ടിൽ 1 ഇലക്ട്രോൺസ്, സിഗ്മ സ്റ്റാറിൽ 1 ഇലക്ട്രോൺസ്. അപ്പം അതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ സിമെട്രി എന്ന് പറയുന്നത് പൈ സ്റ്റാറിന്റെ സിമെട്രി B1 ആണ്. പക്ഷെ ഇവിടെ W ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് A1 സിമെട്രി. നോൺ ബോണ്ടഡ് ഓർബിറ്റൽസിന്റെ സിമെട്രി B2 സിമെട്രി. ആൻഡ് സിഗ്മ സ്റ്റാറിന്റെ സിമെട്രി A1 സിമെട്രി. 2 A1 ആണ്, സെൻറ്റർ മാത്രമേ B2 ഉള്ളൂ. അപ്പം A1 ഇൻറ്റു A1 ഇൻറ്റു B2 എന്ന് പറയുമ്പോഴത്തേക്കും B2 സിമെട്രി ആയിരിക്കും എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ സിമെട്രി. ഇനി ഇതിന്റെ dx നോക്കാം. dx എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ് A1 സിമെട്രി, എക്സൈറ്റഡ് സ്റ്റേറ്റ് B2 സിമെട്രി, and x dipole moment is B1 symmetry. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, A1 ഇൻറ്റു B1 B1 തന്നെ. അപ്പം B1 ഇൻറ്റു B2 എങ്ങനെ വരും? 1 -1 1 -1 1 -1 -1 1 കിട്ടുമ്പം 1 1 -1 -1 A2 സിമെട്രിയാണ് കിട്ടുക. അപ്പം നോട്ട് A1 സിമെട്രി. dx not equal to A1, therefore dx is equal to 0. അപ്പം dx ഡയറക്ഷനിൽ അല്ലെങ്കിൽ x ഡൈപോൾ മൊമെന്റ് വെക്ടറിൽ n2 സിഗ്മ സ്റ്റാർ ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. അടുത്ത ഡൈപോൾ മൊമെന്റ് വെക്ടർ y എടുക്കാം.
ഗ്രൗണ്ട് സ്റ്റേറ്റ് A1 സിമെട്രി, dy എന്ന് പറയുന്നത് y ഡാഷ് എന്ന് പറയുന്നത് B2 സിമെട്രിയാണ്, B2 ആൻഡ് എക്സൈറ്റഡ് സിമെട്രി B2 സിമെട്രി. A1 into B2, B2 into B2 is equal to 1 minus 1 minus 1 1 1 minus 1 minus 1 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 1 1 1 ടോട്ടലി സിമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം dy എന്ന് പറയുന്നത് ടോട്ടലി സിമെട്രിക് A1 റെപ്രസെൻറ്റേഷൻ, therefore dy not equal to 0. അതുകൊണ്ട് തന്നെ സോ കൺക്ലൂഡ് ദാറ്റ് dmn not equal to 0. ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയാൽ മതി, dxോ dyയോ dz. ഇവിടെ dy തന്നെ നോൺ സീറോ ആയിട്ട് മാറി, അതുകൊണ്ട് തന്നെ dx ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ചെയ്ത് നോക്കാം, dx കൂടെ ചെയ്ത് നോക്കാം, dz കൂടെ ചെയ്ത് നോക്കാം. A1 സിമെട്രി എക്സൈറ്റഡ് സിമെട്രി എന്ന് പറയുന്നത് B2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും B2 കിട്ടും. അപ്പം dz not equal to A1, therefore dz equal to 0. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? dxും dzും 0 ആണ്, പക്ഷെ dy നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ dmn നോൺ സീറോ. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻ into sigma transition is allowed one. Okay, so it conclude that in formaldehyde ആദ്യത്തെ 3 ട്രാൻസിഷൻ, ഫസ്റ്റ് 3 ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ pi to pi star ട്രാൻസിഷൻ അലൗഡ് ആണ്. അതുപോലെ തന്നെ n2 sigma star ട്രാൻസിഷൻ അലൗഡ് ആണ്. ബട്ട് n2 pi star ട്രാൻസിഷൻ ഈസ് ഫോർബിഡൻ ട്രാൻസിഷൻ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് C2V പോയിന്റ് ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ ഫോർമാൽഡിഹൈഡ് എടുത്തത് വാട്ടർ എടുക്കാറ്? ഫോർമാൽഡിഹൈഡിനകത്ത് പൈ ബോണ്ടും ഉണ്ട്, നോൺ ബോണ്ടൽ ഇലക്ട്രോൺസ് ഉണ്ട്, സിഗ്മ ബോണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫോർമാൽഡിഹൈഡ് എടുത്ത് സിമ്പിളായിട്ട് പറഞ്ഞത്. ഇനി ഇലക്ട്രോണിക് ട്രാൻസിഷൻ, നോർമലി ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ 3 റൂള് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 റൂൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ, ഇലക്ട്രോൺ ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് of different spin multiplicities are forbidden. Same spin multiplicities are allowed transition. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് സിംഗ്ലറ്റ് ആണെങ്കിൽ ട്രാൻസിഷൻ നടക്കേണ്ട എക്സൈറ്റഡ് സ്റ്റേറ്റും സിംഗ്ലറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ട്രിപ്പിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ട്രിപ്പറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ട്രാൻസിഷൻ നടക്കുന്നുള്ളൂ. ട്രിപ്പറ്റിൽ നിന്ന് സിംഗ്ലറ്റിലേക്കോ സിംഗ്ലറ്റിൽ നിന്ന് ട്രിപ്പറ്റിലേക്കോ ട്രാൻസിഷൻ നടക്കത്തില്ല. ഞാൻ സിംഗ്ലറ്റ് ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. സെയിം മൾട്ടിപ്ലിസിറ്റി ഉള്ള സ്റ്റേറ്റിലേക്ക് മാത്രമേ ട്രാൻസിഷൻ നടക്കത്തുള്ളൂ. അതാണ് ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ, ലപ്പോർട്ടെ റൂൾ. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും, നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ പ്രകാരം G2G and U2U transition are forbidden. U2G അല്ലെങ്കിൽ G2E transition are allowed. സെൻട്രോസിമെട്രി, സെയിം സെൻട്രോസിമെട്രി ഉള്ള 2 സ്റ്റേറ്റ് ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും എങ്കിൽ ട്രാൻസിഷൻ നടക്കത്തില്ല. ഡിഫറെൻറ്റ് സെൻട്രോസിമെട്രി ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കായിരിക്കും ട്രാൻസിഷൻ നടക്കുക. ആൻഡ് ലാസ്റ്റ് റൂൾ, സൈമൾട്ടേനിയസ് എക്സൈറ്റേഷൻ ഓഫ് മോർ ദാൻ 1 ഇലക്ട്രോൺ ഈസ് ഫോർബിഡൻ. അതായത് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും ട്രാൻസിഷൻ നടക്കേണ്ടത്. ഇവിടെ ഇപ്പം N0ക്കകത്ത് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് 2 എണ്ണമാണ്. ആ 2 ഇലക്ട്രോൺസും പൈ സ്റ്റാറിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പൈ സ്റ്റാറിലേക്ക് 2 ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസിഷൻ ഫോർബിഡൻ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. സിംഗിൾ ഇലക്ട്രോൺ ആയിരിക്കും ട്രാൻസിഷൻ നടക്കേണ്ടത്. ഓക്കെ, ഇതാണ് 3 റൂൾസ്. ആദ്യത്തെ 2 റൂൾസിനും വേരിയേഷൻ സംഭവിക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. വേരിയേഷൻ ഓഫ് റൂൾ 1 and 2. വേരിയേഷൻ 1 ഓഫ് റൂൾ 1 ഈസ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. ഓർബിറ്റലിന്റെ സ്പിന്നും അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. An electron is centered with 2 motion, the spin motion and orbital motion. Both these motions generate magnetic moment and may interact each other. The interaction between orbital magnetic moment and
സ്പിൻ മാഗ്നറ്റിക് മൂവ്മെന്റ് ഈസ് നോൺ ആസ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. അത് ഇലക്ട്രോണിന്റെ സ്പിന്നും ഇലക്ട്രോണിന് ഇരിക്കുന്ന ഓർബിറ്റലിന്റെ ഒരു മോഷനും അത് രണ്ടും കൂടെ മോഷൻ ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ടാകും. രണ്ട് മാഗ്നറ്റിക് മൂവ്മെന്റ്, സ്പിൻ മാഗ്നറ്റിക് മൂവ്മെന്റും ഓർബിറ്റൽ മാഗ്നറ്റിക് മൂവ്മെന്റും. ഇത് രണ്ടും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഈ രണ്ട് മാഗ്നറ്റിക് മൂവ്മെന്റും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റ് ആണ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് റൂൾ 1 വേരി ചെയ്യാം. റൂൾ 1 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു, സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള സ്റ്റേറ്റിലേക്ക് മാത്രമേ ട്രാൻസിഷൻ നടക്കത്തുള്ളൂ. അത് വേരി ചെയ്യാനുള്ള ഒരു കാരണമാണ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി വേരിയേഷൻ ഓഫ് റൂൾ 2, ഇത് G2G ട്രാൻസിഷൻ ഫോർബിഡൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകാം, DD ട്രാൻസിഷൻ അലൗഡ് ആണ്. അതെങ്ങനെ വരും എന്നാണ് ഇത് പറയുന്നത്. വൈബ്രോണിക് കപ്ലിംഗ് വഴിയാണ് DD ട്രാൻസിഷൻ പോസിബിൾ ആകുന്നത്. വൈബ്രോണിക് കപ്ലിംഗ് എന്ന് പറയുന്നത് certain vibratory mode of the molecule can disturb centrosymmetry of the molecule. The selection rule is no longer valid and violation to the selection rule may occur and thereby take place GG and UU transition. അതായത് വൈബ്രേഷൻ മോഡ് ആ മോളിക്യൂൾസിന്റെ സെൻട്രോസിമെട്രിനെ ചേഞ്ച് ചെയ്യപ്പെടാം. അതിന്റെ ഫലമായിട്ട് GG ട്രാൻസിഷനും UU ട്രാൻസിഷനും നടക്കാം. ഇതാണ് രണ്ട് വേരിയേഷൻ ഓഫ് റൂൾ 1 and 2. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ആ ടോപ്പിക് എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തി ആയ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്ക്. CSR നെറ്റിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അലോ ട്രാൻസിഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.